ഹായ്. പുരാതന പാരമ്പര്യങ്ങൾ ആധുനിക ആകർഷണീയതയുമായി ഒത്തുചേരുന്ന ബാലിയുടെ ഹൃദയഭാഗത്തേക്ക് സ്വാഗതം. ടെറസ് കൃഷി ചെയ്തിരിക്കുന്ന നെൽപ്പാടങ്ങളും സമൃദ്ധമായ കൃഷിഭൂമികളും വിശുദ്ധമായ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ബാലിയിലെ ഡെൻപാസർ മെട്രോപൊളിറ്റൻ ഏരിയയുടെ വടക്കുഭാഗത്തുള്ള ഉബുദ് എന്ന സ്ഥലത്തേക്കാണ് എന്റെ യാത്ര. ഫാമുകൾ, നെൽപ്പാടങ്ങൾ, ആഗ്രോ ഫോറസ്ട്രി പ്ലാന്റേഷനുകൾ, ക്ഷേത്രങ്ങൾ എന്നിവ നിറഞ്ഞതാണ് ഈ പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു കിടക്കുന്ന ഈ സ്ഥലത്ത് തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഞാനിപ്പോൾ ബാലിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ബത്തുവാൻ വില്ലേജിലാണ്. 1930കളിൽ ഇവിടെ നിന്ന് രൂപം കൊണ്ട ബത്തുവാൻ പെയിന്റിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ബാലിനീസ് കലാസൃഷ്ടിക്ക് ഈ ഗ്രാമം ശ്രദ്ധേയമാണ്. പിളർന്ന കവാടങ്ങൾ, കല്ലുകൊണ്ടുള്ള കാവൽഭൂതങ്ങൾ, ഓലമേഞ്ഞ ആരാധനാലയങ്ങൾ, വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികൾ എന്നിവയാൽ ബാലിനീസ് വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രശസ്തവും മനോഹരമായ ഗ്രാമക്ഷേത്രമാണ് ബത്തുവാൻ ക്ഷേത്രം. ഈ ഗ്രാമത്തിൽ ത്രിമൂർത്തികൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള 3 ക്ഷേത്രങ്ങളുണ്ട്. 1000-ലധികം വർഷം പഴക്കമുള്ള പുര പൂഷെ ബത്തുവാൻ എന്ന ഈ ക്ഷേത്രം മഹാവിഷ്ണുവിനുള്ളതാണ്. മറ്റ് 2 ക്ഷേത്രങ്ങൾ ശിവനും ബ്രഹ്മാവിനും സമർപ്പിച്ചിരിക്കുന്നു. പാർക്കിംഗ് ഏരിയയിലുള്ള വാന്തിലൻ എന്ന പുരാതന കെട്ടിടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനായി ധരിക്കുന്ന സരോങ് എന്ന മുണ്ട് തരുന്ന ചില പ്രാദേശിക ആളുകളെ നിങ്ങൾക്ക് കാണാം. ബാലിയിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും നഗ്നമായ കാലുമുട്ടുകളും തോളും കാണാതിരിക്കുവാനായി സരോങ് അല്ലെങ്കിൽ സ്കാർഫ് നിർബന്ധമായും ധരിച്ചിരിക്കണം. ആർത്തവം മൂലമോ മുറിവ് മൂലമോ രക്തസ്രാവമുള്ളവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. 6 ആഴ്ചയ്ക്കുള്ളിൽ പ്രസവിച്ച സ്ത്രീകൾക്കും പ്രവേശനം നിഷിദ്ധമാണ്. സങ്കീർണമായ കൊത്തുപണികളുള്ള കാൻഡി ബന്ദാർ എന്ന് വിളിക്കുന്ന കല്ലുകൊണ്ടുള്ള ഗേറ്റ് കടന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന കൊത്തുപണികളാൽ അലങ്കരിച്ച പവലിയനുകളും ആരാധനാലയങ്ങളും നിങ്ങൾക്ക് കാണാം. ഹിന്ദുമതത്തിലെ സംരക്ഷകനായ മഹാവിഷ്ണുവിന്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ആരാധനാലയം മുറ്റത്തിന്റെ നടുവിലാണ്. സങ്കീർണമായ ശില്പങ്ങളും വിപുലമായ വഴിപാടുകളും ദേവാലയത്തെ അലങ്കരിക്കുന്നു. ബാലിയിലെ ഏതൊരു ക്ഷേത്രവും പോലെ ബത്തുവാൻ ക്ഷേത്രവും ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രദേശം, മധ്യത്തിലുള്ള പ്രദേശം, പ്രധാന ക്ഷേത്ര പ്രദേശം എന്നിങ്ങനെ 3 പ്രദേശങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ മുറ്റത്ത് ഭീമാകാരമായ നിരവധി കാവൽ പ്രതിമകളാൽ ചുറ്റപ്പെട്ട കോറി അഗുങ് എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന പ്രവേശന കവാടമുണ്ട്. ദൈവങ്ങൾ ഈ വാതിലൂടെയാണ് അകത്ത് കടക്കുന്നതും പുറത്തു പോകുന്നതും എന്നാണ് വിശ്വാസം. ഈ വാതിലിന്റെ അടുത്തായി ക്ഷേത്രത്തിന്റെ പ്രധാന മുറ്റത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കുന്നതിന് 2 ചെറിയ വാതിലുകളുണ്ട്. ക്ഷേത്രത്തിന്റെ നടുമുറ്റത്ത് ബെയിൽ അഗുങ്, ബലെ കുൽക്കുൽ എന്നിങ്ങനെ നീളമുള്ള ഒരു കെട്ടിടമുണ്ട്. ബാലിയിലെ ഏറ്റവും വലുതും പരിശുദ്ധവുമായ ബസാക്കി ക്ഷേത്രത്തിന്റെ പ്രതീകമായി 3 നിലകളുള്ള മറ്റൊരു കെട്ടിടവും ഇവിടെ കാണാം. ബാലി ഹിന്ദുക്കളുടെ ഒരേ ഒരു ദൈവമായ സാങ് ഹ്യാങ് വിധിയുടെ ആരാധനാലയമായി പത്മാസനം എന്നൊരു കെട്ടിടവും ഇവിടെയുണ്ട്. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരൂ എന്ന പ്രത്യേക ക്ഷണത്തിലൂടെ ഉത്സവ സമയത്ത് ദേവന്മാരെ സിംഹാസനസ്ഥരാക്കുന്ന സ്ഥലമാണ് പ്രധാന ആരാധനാസ്ഥലം. ഉത്സവവേളകളിൽ ക്ഷണിക്കപ്പെട്ട ദൈവങ്ങളെ അഗാധമായ ഭക്തിയോടും വഴിപാടുകളോടും കൂടി ആരാധിക്കുന്നു. പൂർവികരുടെ ആത്മാക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള ചടങ്ങുകൾക്കായി ഭക്തർ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. പരമ്പരാഗത ബാലിനീസ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിച്ചുകൊണ്ട് ഹിന്ദു പുരോഹിതന്മാരാണ് ക്ഷേത്രത്തിൽ പതിവ് ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നത്. ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ബത്തുവാൻ ക്ഷേത്രം പല ചരിത്രരേഖകളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വന്ന ഹിന്ദുമതത്തിന്റെ സ്വാധീനം ഇവിടുത്തെ കൊത്തുപണികളിൽ വ്യക്തമാണ്. ദ്വാരപാല പ്രതിമ, മൂർത്തീകരണത്തിന്റെ പ്രതിമ, മൃഗങ്ങളുടെ പ്രതിമ, ലിംഗങ്ങളുടെയും ഭൂതങ്ങളുടെയും പ്രതിമകൾ തുടങ്ങി നിരവധി പുരാതനവും അതുല്യമായ പ്രതിമകൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. പ്രധാന ക്ഷേത്രങ്ങളുടെ മേൽക്കൂരകൾ കറുത്ത നിറമുള്ള ഈന്തപ്പനയുടെ നാരിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഈ ക്ഷേത്രത്തിന്റെ ഘടനയും അടിത്തറയും വളരെ കഠിനവും ശക്തവുമാണ്. ഈ ക്ഷേത്ര പരിസരത്തെ എല്ലാ കെട്ടിടങ്ങളിലും മനോഹരമായി കൊത്തിവച്ചിരിക്കുന്ന ഒറിജിനൽ ബാലിനീസ് അലങ്കാരങ്ങൾ കാണാൻ സാധിക്കും. ചില കൊത്തുപണികൾ രാമായണ ഇതിഹാസ കഥയുടെ പ്രതിഫലനമാണ്. ഇവിടെയുള്ള ഓരോ വിശുദ്ധ കെട്ടിടവും തത്വശാസ്ത്രപരമായി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നവയാണ്. പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ക്ഷേത്ര വാസ്തുവിദ്യയുടെയും പരിസ്ഥിതിയുടെയും പരിപാലനത്തിലും സംരക്ഷണത്തിലും പ്രദേശവാസികൾ വളരെ ഉത്കണ്ഠാകുലരാണ്. നിലവിലുള്ള എല്ലാ കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളല്ല. അവയിൽ ചിലത് 10-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള നവീകരണത്തിനും മാറ്റത്തിനും വിധേയമായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സമ്മേളനങ്ങൾ, മതപരമായ ചടങ്ങുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന ബത്തുവാൻ ക്ഷേത്രം ബാലിനീസ് ജനത വളരെയധികം സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണ്. ഉബൂദിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഉബൂദിലെ നെൽപ്പാടങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പികളിലൊന്നായ ലുവാക് കോഫിയുടെയും കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.